ബിഗ് ബോസ് സീസൺ 7 മലയാളം. അപ്പോൾ ഇന്നത്തെ വീക്കെൻഡ് എപ്പിസോഡിൽ ലാലേട്ടൻ വന്നിട്ടുണ്ടായിരുന്നു. ലാലേട്ടൻ പറയുന്നുണ്ട് വീട്ടുകാരോട് സ്റ്റോർ റൂമിൽ കേക്ക് വെച്ചിട്ടുണ്ട് എന്ന്. അത് പറഞ്ഞിട്ട് ലാലേട്ടൻ ബ്രേക്കിന് പോയി. അപ്പോൾ ആ സമയം കൊണ്ട് ഇവരെന്ത് ചെയ്തു, കേക്ക് എടുത്തുകൊണ്ട് വന്നു. ആ സമയം എല്ലാവരും കൂടി കൈയിട്ട് വാരി കഴിക്കുന്നുണ്ട്. അപ്പോൾ അത് പോയിൻ്റ് ഔട്ട് ചെയ്തുകൊണ്ട് അനുമോൾ സംസാരിക്കുന്നു. അവിടെ ഒരു പ്രശ്നം ഉണ്ടാകുന്നു. അപ്പോൾ അത് ബ്രേക്ക് കഴിഞ്ഞ് ലാലേട്ടൻ വന്നപ്പോൾ അനുമോളിനോടായിട്ട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അനുമോൾ പറഞ്ഞു, അത് ലാലേട്ട, ഇവിടെ ആരും ഫുഡിന് റെസ്പെക്റ്റ് കൊടുക്കുന്നില്ല. നൈഫുണ്ട്, നൈഫ് വെച്ച് കട്ട് ചെയ്തെടുക്കാം, പക്ഷെ അത് ആരും ചെയ്യുന്നില്ല. ആരും കൈയിട്ട് വാരിയെടുക്കുന്നു, അതുപോലെ ജിസയിലെ തവി കൊണ്ടുവന്ന് കോരിയെടുക്കുന്നു എന്നൊക്കെ. അപ്പോൾ ലാലേട്ടൻ പറഞ്ഞ മറുപടിയാണ്, അനുമോൾക്ക് ഒരു പീസ് കിട്ടിയില്ല, അത് കൊണ്ടങ്ങ് പൊയ്ക്കൂടെ, ബാക്കിയുള്ളവർ എന്തോ ആയിക്കൊണ്ട് പോട്ടെ എന്നാണ് ലാലേട്ടൻ പറഞ്ഞത്. അതെന്ത് ഉദ്ദേശത്തിലാണ് പറഞ്ഞത് എനിക്ക് മനസ്സിലായില്ല. അതായത് ഒരാൾക്ക് ഒരു കാര്യം കിട്ടിക്കഴിഞ്ഞാൽ അതുകൊണ്ടങ്ങ് പോവുക, ബാക്കിയുള്ളവർ എന്തോ ആയിക്കൊണ്ട് പോട്ടെ എന്നാണോ? അതായത് അനുമോൾ പറഞ്ഞൊരു കറക്റ്റ് പോയിൻ്റ് അല്ലേ, നൈഫ് ഉണ്ടല്ലോ, ഇതൊരു ഷോ ആണല്ലോ, റിയാലിറ്റി ഷോ ആണ്, എല്ലാവരും കാണുന്നതല്ലേ. അപ്പോൾ എല്ലാ ആൾക്കാരുടെ മുന്നിൽ എന്താ നൈഫ് മാറ്റി വെച്ചിട്ട് കൈയിട്ട് വാരി കഴിക്കുന്നതാണോ പുറത്തേക്ക് കൊടുക്കുന്ന മെസ്സേജ്? അങ്ങനെ തന്നെ ആയിക്കൊണ്ട് പോട്ടെ എന്നാണോ ഉദ്ദേശിച്ചത്? അപ്പോൾ അനുമോൾ പറഞ്ഞ നല്ലൊരു കാര്യമല്ലേ, നൈഫ് വെച്ച് കട്ട് ചെയ്തെടുക്കുന്നത് നല്ലതല്ലേ? അപ്പോൾ അതിനെ ശരി വയ്ക്കാതെ ലാലേട്ടൻ പറഞ്ഞത്, ഇയാൾക്ക് കിട്ടിയത് കൊണ്ടൊക്കെ പൊയ്ക്കോ, ബാക്കിയുള്ളത് എന്തോ ആയിക്കൊണ്ട് പോട്ടേന്ന്. അതുപോലെ തന്നെ അവിടെ മട്ടൻ്റെ കേസും അലുവയുടെ കേസും ഇപ്പം അത് കള്ളനും കള്ളി എന്നുള്ള രീതിക്കാക്കി. അതായത് ഇങ്ങനെ കൈയിട്ട് വാരി കഴിക്കുന്നത് ഒരു പ്രശ്നവും ഇല്ലെന്നാണ് ലാലേട്ടൻ പറഞ്ഞു വെക്കുന്നത് എന്ന് എനിക്ക് തോന്നിപ്പോയി.